ആലുവയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാന വിഷയമായിട്ടാണ്. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുണ്ട്. ഞങ്ങളുടെ ചാനൽ ഒരു ന്യൂസ് ചാനലായിട്ട് ആരും കരുതരുത്. നാട്ടിലെ വിശേഷങ്ങളും വാർത്തകളും ഒരു ഈവന്റ് കോൺസെപ്റ്റിലൂടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനാൽ തന്നെ കുറെ വിമർശനങ്ങളും പരാമർശങ്ങളും വന്നേക്കാം. ഒരു ജേർണലിസ്റ്റ് ആവുക എന്നതാണ് എന്റെ സ്വപ്നം. അതിന് നല്ലോണം പഠിച്ചാൽ മാത്രമേ ജേർണലിസ്റ്റ് ആവുകയുള്ളൂവെന്നും എനിക്കറിയാം. എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കൂടി മതിയാവും. ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാം. ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിന്റെ ദുരവസ്ഥ. നമുക്കിനി നമ്മുടെ റോഡിന്റെ അവസ്ഥ കാണാം. നിരവധി വാർത്താ ചാനലുകൾ ഈ വാർത്ത ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മാറ്റവുമില്ല. ഞങ്ങൾ ഇത് 2 വട്ടം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഒരു മാറ്റവുമില്ല. ഇനി നിങ്ങൾ തന്നെ നിങ്ങളുടെ റോഡിന്റെ അവസ്ഥ കാണുക. 16/7/2024 ഒരു കംപ്ലീറ്റ് വീഡിയോ ഫയൽ. ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ബൈക്ക് യാത്ര തുടങ്ങുകയാണ്. ഈ ചാലക്കയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ കുറെ കുഴികളാണ്. ഇതാണ് മെയിൻ സ്പേസ്. ഇവിടെ കഴിഞ്ഞ വർഷം ഒരാളെ മരണപ്പെട്ടു, ആക്സിഡന്റിൽ മരണപ്പെട്ടു. അതായിട്ട് പോവുകയാണെങ്കിൽ ഫുൾ വെള്ളമൊക്കെ കയറിയിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇത്തോരു കുഴികളല്ലേ. ഇനി പോവുകയാണെങ്കിൽ മൂപ്പൻസിന്റെ അടുത്തോട്ടായിട്ട് നമ്മൾ പോകുന്നത്. കണ്ടോ, നിങ്ങളല്ലേ കാണട്ടെ റോഡ്. നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. ഓടിക്കുന്നൊക്കെ പതിയെ ഓടിക്കരുത്. കണ്ടോ, ഇവിടെയൊക്കെ ആക്സിഡന്റ് തൊട്ട് മറ്റേ ആക്സിഡന്റ് പെട്ടെന്ന് പറ്റുന്ന സ്ഥലമാണ്. കെയർഫുള്ളി നിങ്ങൾ വെഹിക്കിൾസ് ഒക്കെ ഓടിക്കുമ്പോൾ കെയറായിട്ട് ഓടിക്കുക. കണ്ടോ, നമ്മളിപ്പോൾ ദാർസലാമിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുൾ വെള്ളം കയറിയിട്ടോ. ഇവിടേക്കൊന്നും പിന്നെയും കുഴപ്പമില്ലാത്ത വഴിയൊക്കെ ആയിട്ട് ഇവിടേക്ക്. ഇവിടെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോൾ കുഴപ്പമില്ലാന്ന് വിചാരിച്ച് വണ്ടി ഓടിക്കും, സ്പീഡിൽ ഓടിച്ച് പിന്നെ നമ്മൾ കാണാണ്ട് കട്ടറയിലൊക്കെ വീണ അതും ഒരു ആക്സിഡൻ്റ്. അപ്പോൾ നിങ്ങൾ ഇപ്പം സ്ലോ തന്നെ ഓടിച്ചിട്ട് പോവാട്ടോ. ഇവിടേക്കൊന്നും കുഴപ്പമില്ല. കണ്ടോ, നമ്മൾ ദാർസലാം എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അധികം സ്ഥലമൊന്നുമില്ല. 2 വണ്ടികളൊന്നും പോകാൻ പറ്റില്ല. ഒരു ലോറി പോകാനുള്ള സ്പേസേ ഉള്ളൂ. ഇവിടെ 2 വണ്ടി കൂടി പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഏതൊരു വണ്ടി മറിഞ്ഞ് വീഴും. നമ്മൾ ദാർസലാം എത്തിയിട്ടുണ്ട്. കണ്ട, ദാർസലാമിന്റെ സൈഡൊക്കെ നോക്കി ഫുള്ളിങ്ങനെ കുഴികളായിട്ട് നിറഞ്ഞിരിക്കുകയാണ് വഴിയൊക്കെ. നിങ്ങൾ തന്നെ കാണുക. ഇവിടെ മുഴുവൻ ഇങ്ങനെ പൈപ്പ് ലൈൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെർഫെക്റ്റ് ആയില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറ്റുന്നത്. മൂപ്പൻസ് എത്താറായിട്ടുണ്ട്. നിങ്ങൾ തന്നെ കാണാട്ടെ ഇതിൻ്റെ ഈ റോഡിൻ്റെ ദുരവസ്ഥ. ഇത് എത്താറായിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഈ സൈഡൊക്കെ നോക്കി എന്തൊരു കുഴികളല്ലേ. ഇവിടെ മൂപ്പാൻസിൻ്റെ അടുത്ത് ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. ഇവിടെ കുഴിയിൽ തന്നെ വീണ് ആക്സിഡൻറ്റ് പറ്റിയതാണ്. നിങ്ങൾ എന്തായാലും കെയർ ഓഫ് ചെയ്യുക. കണ്ടില്ല, ഇവിടെ വെച്ചെങ്ങാണ്ട് ഇത് ഇമ്പോർട്ടൻറ്റ് സ്പേസാണ്. നിങ്ങൾ ഇവിടേക്ക് എത്തുമ്പോൾ സ്ലോവിൽ തന്നെ പോവുക കേട്ടോ. കെയർഫുള്ളായിട്ട് പോകാം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കണ്ടില്ലേ എന്തോരം കുഴികളതാണ്. ഇവിടെയൊക്കെ അത് ചെളികളൊക്കെ നിറഞ്ഞ് കുഴികളൊക്കെ ആയിരിക്കും. റോഡ് മുഴുവൻ നാശമായിട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഫുൾ നാശമായി റോഡ്. പോവുകയാണ് നമ്മൾ. ഇവിടെ അപ്പുറത്തൊക്കെ കണ്ടിട്ട് എന്തോ പോലെ. പക്ഷെ റോഡ് ഇവിടുത്തെ പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. നമ്മൾ ജുമാ മസ്ജിദ് കഴിഞ്ഞു കേട്ടോ. ജുമാ മസ്ജിദിൻ്റെ അപ്പുറത്ത് ഇവിടെയൊക്കെ നോക്കി എന്താല്ലേ കോൾ. നമ്മുടെ റോഡിൻ്റെ കോൾ തന്നെ കണ്ടിട്ട് എന്തോ പോലെ. ഉണ്ടോ, നിങ്ങളപ്പോൾ ചീരിപ്പാണെന്ന് പോകാൻ നിൽക്കാം കേട്ടോ. ഈ അപ്പുറത്തേക്ക് എന്തൊരു കുഴികളാണ്. ഇവിടെ മുഴുവനും കുഴികളാണ്.
നമ്മള് അയ്ബലെത്താറായിട്ടുണ്ട്. ഈ സൈഡ് കണ്ടോ, നോക്ക് നോക്ക് നോക്ക്, കണ്ടോ സൈഡ് കണ്ടോ, അപകടം കിട്ടാനുള്ള ഏറ്റവും ഉള്ള അവസരമായിട്ട് കണ്ടു. കണ്ടോ എന്തൊരു ഇതല്ല, കുഴിയല്ല അവിടെ. നമ്മുടെ റോഡ് ശരിയാക്കണം. ഇവിടേക്ക് വരുന്തോറുമാണ് കുഴികൾ കൂടിക്കൂടി ഇരിക്കുന്നത്. കണ്ടോ, ഇവിടെ നമ്മൾ മഴയൊക്കെ മാറിപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ വീഡിയോ കാണട്ടെ. ഇതാ കണ്ടോ, അവിടെ ആ പൈപ്പ് ലൈൻ വർക്ക് ശരിയാവാണ്ടായിട്ട് അവിടെ നമ്മൾ വാഴയും ബക്കറ്റൊക്കെ വച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ, 2 വണ്ടി കൂടി പോകാൻ പറ്റില്ല. ദാറ്റ്സ് നോട്ട് പോസിബിൾ. കണ്ടോ, ഒരു 2 വണ്ടിയിൽ ഒരു വണ്ടി മറിഞ്ഞ് താഴത്തോട്ട് വീഴും. കണ്ടോ 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 കണ്ടോ, അത് കണ്ടോ, ആ ലോറിക്ക് ഒരെണ്ണത്തിന് പോകാനുള്ള സ്പേസേ ഉള്ളൂ അവിടെ, വേറെ വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഇല്ല അവിടെ. നമ്മുടെ ഈ റോഡിന്റെ ദുരവസ്ഥയല്ലേ അതല്ലേ. നിങ്ങളെ കണ്ടു നോക്കും, ഞാൻ ഇപ്പോൾ വെച്ചിട്ട് സ്റ്റേ ചെയ്യാനുള്ള നിങ്ങളെ കണ്ടു കേട്ടോ. ആ കാറിപ്പോൾ പോയേനെ. കണ്ടോ, ആ ഇത് കണ്ടോ, നൈസായിട്ടാണ് രക്ഷപ്പെട്ടു. ഒരു ലോറിക്ക് ഇതിന് പോകാൻ സ്ഥലമേ ഉള്ളൂ അവിടെ. കണ്ട് ഇവിടുത്തെ അവസ്ഥ കണ്ടു. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പേസ്. ജംഗ്ഷന്റെ അടുത്തായിട്ടുണ്ട്, കുട്ടമശ്ശേരി ജംഗ്ഷൻ ആയിട്ടില്ല, എൻ്റെ അടുത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പേസ് ആണ്. കുഴികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന റോഡ് എന്നൊക്കെ പറയാം. ഉണ്ടോ, സ്ലോ ആയിട്ട് പോവാം. ഇപ്പോൾ ആലുവ പെരുമ്പാവൂർ റൂട്ട് പോണ ആൾക്കാരൊക്കെ സ്ലോയിൽ തന്നെ ഈ വഴി കൂടെ പോവാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി സ്ഥലങ്ങളായിട്ട് കാണാം. അപ്പോൾ ഇച്ചിരി നേരത്തേക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടു. കണ്ടോ, ആ വണ്ടി ഉണ്ടോ, ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ. ഇതാ കണ്ടോ, ഇവിടെയൊക്കെ എന്തൊരു ദുരവസ്ഥയല്ല, റോഡിൻ്റെ ഫുൾ കുഴികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കേട്ടോ. കണ്ടത് ആ ഇത് കണ്ടോ, ഇപ്പോൾ ജസ്റ്റ് മിസ്സിനൊക്കെ ആയിരുന്നു. ഇത് നമ്മുടെ കുട്ടമശ്ശേരി മെയിൻ ജംഗ്ഷനാണ്, അതുകൊണ്ട് തന്നെ ഫുൾ ഇങ്ങനെ കുഴികളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുൾ കുഴികളാണ്, ഡേഞ്ചറസ് സ്പേസാണ്. കണ്ടോ, ഹെൽമെറ്റ് ഇടാണ്ട് കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ആ നമ്പർ പിടിച്ച് പോലീസ് എങ്ങാനും വന്നതിനെ ഞങ്ങൾ വിട്ടല്ല കേട്ടോ, ഞങ്ങൾ ഈ വഴിയുടെ അവസ്ഥ എടുക്കണേ ഉള്ളൂ. ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ ആ സംഭവം. കൂട്ടുകാർ, ഞങ്ങൾ ഈ വഴി കൂടെ ആയിട്ട് സ്കൂളിൽ പോകുന്നത്. ഞങ്ങൾ എങ്ങനെ പോകാനാ ഈ വഴി കൂടെ? അധികാരികൾ പറയും ഇങ്ങനെ പോകാനാ, ഇത് പെട്ടെന്നൊന്ന് ഈ റോഡ് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ സുഖം ഞങ്ങൾക്ക് പോവാൻ. അധികാരി കണ്ണൊന്ന് കാണുക, ഞങ്ങൾ എങ്ങനെ ഇതിൽ കൂടെ യാത്ര ചെയ്യും? ഞങ്ങൾ സ്കൂളിൽ പോണവരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വഴി കൂടെയാണ് ഗവൺമെൻറ് സ്കൂള്, കുട്ടമശ്ശേരി സ്കൂളിലെ പിള്ളേർ പോകുന്നത്, ക്രസൻറ്റ് സ്കൂളിലെ പിള്ളേർ പോകുന്നത്, മഹിളാലയ സ്കൂളിലെ പിള്ളേർ പോകുന്നത്, പിന്നെ ദാർസലാമിലെ പിള്ളേർ സ്കൂളിൽ പോകുന്നത്. അങ്ങനെ കുറേ സ്കൂളിലത്തെ പിള്ളേർ ഈ വഴി കൂടെ തന്നെയല്ലേ പോകണേ. എങ്ങനെ പോകാൻ പറ്റുന്നത് ഈ വഴി കൂടെ?
ഇനിയിപ്പോൾ ഞാൻ കമൻ്റ് ഒന്നും പറയുന്നില്ല, നിങ്ങളെന്നെ വീഡിയോ കണ്ടോളൂ. ചുവര് വരെയും പലയിടങ്ങളിലും ക്യാമറ വയ്ക്കുന്നുണ്ട്.
വിദ്യാർത്ഥിനികളെ, ഞങ്ങൾക്ക് ആകെ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ. ഇനി ഒരു അപകട മരണം ഇവിടെ നടക്കരുത്. ഞങ്ങൾ സ്കൂളിൽ വരുന്നതും പോകുന്നതുമായ വഴിയാണ്. എത്രയും വേഗം ഒന്ന് ശരിയാക്കി തരാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നല്ല സബ്ജക്റ്റുമായി വീണ്ടും വരുന്നു. ഇറ്റ്സ് മീ ഹൈഫ സൈനിങ് ഔട്ട്.